മച്ചാന്മാരെ, അപ്പോൾ ഈ സാധനം വണ്ടിയിലോട്ട് അങ്ങ് വെക്കാൻ പോവുക. വണ്ടി മേടിച്ചിട്ട് നമ്മൾ 2 വർഷമാകാറായി, ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ സാധനം അത്യാവശ്യമാണ് തോന്നി. കാരണം എല്ലാ വണ്ടികളും ഇത് വെച്ച് കണ്ടുകൊണ്ട്, കാരണം അതിൽ ഒരു 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 ഭംഗിയുണ്ട് ആ സാധനം ഇരിക്കുന്ന കാണുമ്പോൾ. അപ്പോൾ ഞാനും മേടിച്ച് സെറ്റ് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ അല്ലെങ്കിൽ വെച്ചിട്ട് ഈ നേരത്തെ ഇരുന്ന ആ സാധനം പതുക്കി ഊരണം. ഊരിയാൽ മാത്രമേ നമുക്കത് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് അല്ലെങ്കിൽ വെച്ച് ഒന്ന് പിടിച്ചപ്പോഴത്തേക്ക് നൈസായിട്ട് ഇങ്ങ് പോകുന്നു. അതിനകത്തൊരു എല്ലെങ്കിയുടെ സ്ക്രൂ ഉണ്ട്, അത് ഊരണം. അതൂരി 2 സാധനവും ഊരിയിട്ട് പിന്നെ മറ്റേ നമ്മുടെ ക്ലച്ച് പ്രൊട്ടക്ടർ എടുത്ത് നൈസായിട്ട് അതിലോട്ട് ഫിറ്റ് ചെയ്യുക. പക്ഷേ ആ പ്രൊട്ടക്ടറിൻ്റെ കയ്യിലിരിക്കുന്ന ബ്ലാക്ക് സാധനമില്ല, അത് അത്ര ക്വാളിറ്റി ഇല്ല കേട്ടോ. പക്ഷെ അത് വെക്കാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഇങ്ങനൊരു സാധനം അതിലിരിക്കുന്നത്. ഈ സാധനമൊന്നും വേണ്ട, അതേ വന്ന ആ ബോൾട്ടൊന്നും ഇല്ലാതെ സെറ്റ് ചെയ്യണ്ടേ. പക്ഷേ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നൈസൊരു പണി കിട്ടി. ലുക്കൊക്കെ നൈസായിരുന്നു, പക്ഷേ ആക്സിലേറ്റർ നമ്മൾ തിരിക്കാൻ നോക്കിയിട്ട് തിരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞാൻ പിന്നെ ഈ സൈഡിൽ ഇതും ഊരിയിട്ട് നേരെ 2-3 വാഷർ അതിലിട്ടാണ് സെറ്റ് ചെയ്തിട്ട്. ഈ സാധനം നമുക്ക് വേണ്ട, ഇത് വേഷമാണ് കണ്ടോ. നമുക്ക് ഇത് ഫിറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇത് കണ്ടോ, നമ്മളൊന്നും ഇല്ലാതെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചുമ്മാ അത് കറങ്ങത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷറാണ്. ഇപ്പം അങ്ങോട്ട് ആക്സിലേറ്റർ ടൈറ്റായി പോയപ്പോൾ ഞാൻ ഊരി സെറ്റ് ചെയ്ത് വാഷറൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും സെറ്റായി. നമുക്ക് തന്നെ ചെയ്യാനുള്ള ഇതേ ഉള്ളൂ. വണ്ടി ഒരു ലുക്കായി സാധനം. അപ്പം ഇതുപോലുള്ള ചെറിയ സാധനമൊക്കെ നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാനേ ഉള്ളൂ. നമ്മൾ കടകളിൽ പോകുമ്പോഴത്തേക്കും പുറത്ത് ഒരു 10-400 രൂപ വേസ്റ്റ് ആവും ചെയ്യുന്നതിന്. അവർ അത്രയൊക്കെ ചിലപ്പോൾ മേടിച്ചെന്നിരിക്കുക വാഷർ ഇടാനും അത് ഇടാനും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വണ്ടി ലുക്കായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ കാണുന്നതിനോട് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്.